Assalamualaikum dear friends, welcome back to my channel. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എത്തിയിരിക്കുന്നത് 2-3 പുതിയ മൺചട്ടികളുമായിട്ടാണ്. ഈ മൺചട്ടികൾ എങ്ങനെയാണ് മയക്കിയെടുത്ത് അല്ലെങ്കിൽ സീസൺ ചെയ്തെടുത്ത് നോൺ സ്റ്റിക്ക് പോലെയാക്കി നമുക്ക് പാചകം ചെയ്യാനായി തയ്യാറാക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ മൺചട്ടികൾ ഗ്യാസിൽ ഉപയോഗിക്കുമ്പോൾ മിക്കവാറും പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകാറുണ്ട്. അങ്ങനെ പൊട്ടിപ്പോകാതെ എങ്ങനെ നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ള ടിപ്സ് കൂടി പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മൾ ഗ്യാസിൽ സ്ഥിരമായി ഉപയോഗിക്കുമ്പോൾ ചട്ടിയുടെ അടിഭാഗം ഇതുപോലെ കുടുന്നു പോകും. പിന്നെ വലിയ താമസം ഇല്ലാതെ തന്നെ അടിഭാഗം പൊട്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത പോലെ ആവും. കണ്ടോ, അടിയിൽ ഉറപ്പില്ലാതെ ആടിക്കളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊന്നും സംഭവിക്കാതെ മൺചട്ടികൾ ഒരുപാട് കാലം ഉപയോഗിക്കാനായി എങ്ങനെയാണ് മയക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മുടെ ചട്ടിയെല്ലാം വെള്ളത്തിൽ മുക്കി വെക്കുക. ചട്ടി മുഴുവനായി മൂടിക്കിടക്കത്തക്കവണ്ണം വെള്ളത്തിൽ മുക്കി വെക്കണം. മൺചട്ടി മയക്കിയെടുക്കാൻ പല രീതികളുണ്ട്. പണ്ട് കാലത്തൊക്കെ ചട്ടിയിൽ ഉമി നിറച്ച് കത്തിച്ചായിരുന്നു ഇത് മയക്കിയെടുത്തിരുന്നത്. ആ കരി പല്ല് തേക്കാനും ഉപയോഗിച്ചിരുന്നു. ഇന്നിപ്പോൾ പലർക്കും ഉമി കിട്ടാറില്ല. അഥവാ കിട്ടിയാൽ തന്നെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ ഇതുപോലെ ഉമി കത്തിച്ചെടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാവും. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഈ രീതികളൊന്ന് കണ്ടു നോക്കൂ. ഈ മൺചട്ടികളിൽ ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട്. ഇത് വെള്ളം ശരിക്കും അബ്സോർവ് ചെയ്യുന്നതാണ് ഈ കുമിളകൾ പോലെ മുകളിൽ കാണുന്നത്. ഇതിങ്ങനെ 24 മണിക്കൂർ വെള്ളത്തിൽ മുക്കി വെക്കണം. വെള്ളം മുഴുവൻ അബ്സോർവ് ചെയ്ത് കഴിയുമ്പോൾ ഈ കുമിളകൾ നിൽക്കും. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ മൺചട്ടികൾ പൊട്ടിപ്പോകാതെ നമുക്ക് ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ ആദ്യത്തെ ടിപ്പ്. നമുക്കറിയാമല്ലോ മൺചട്ടികൾ ഉണ്ടാക്കുന്നത് ചുട്ടെടുത്തിട്ടാണെന്ന്. മണ്ണിന്റെ ചുവ ഉണ്ടാകാതിരിക്കാനാണ് ഇങ്ങനെ മയക്കിയെടുക്കുന്നത്. ഗ്യാസിലൊക്കെ ചട്ടികൾ വെക്കുമ്പോൾ പലപ്പോഴും പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകാറുണ്ട്. ഇങ്ങനെ ചെയ്താൽ ആ ഒരു കംപ്ലൈന്റ് നമുക്ക് ഒഴിവാക്കാം. അതുപോലെ മൺചട്ടിയിൽ കറി വെക്കുമ്പോൾ മണ്ണിന്റെ മണവും ഇല്ലാതാവും. അപ്പോൾ ഈ ഒരു ചട്ടി കൂടി ഞാൻ വെള്ളത്തിൽ മുക്കി വെക്കട്ടെ. മോര് കാച്ചാനായി വാങ്ങിയതാ ഈ ചട്ടി. മോര് കാച്ചി വെക്കാനും പച്ചമോരാക്കി വെക്കാനും ഒക്കെ നല്ലതാണ് ഈ ചട്ടി. ഇപ്പോൾ നമ്മുടെ മൺചട്ടികൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് 24 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായി പുറത്തെടുക്കാം. ഗ്യാസിലൊക്കെ ചട്ടികൾ വെക്കുമ്പോൾ പലപ്പോഴും പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകാറുണ്ട്. ഇങ്ങനെ ചെയ്താൽ ആ ഒരു കംപ്ലൈന്റ് നമുക്ക് ഒഴിവാക്കാം. അതുപോലെ മൺചട്ടിയിൽ കറി വെക്കുമ്പോൾ മണ്ണിന്റെ മണവും ഇല്ലാതാവും. ഇനി ഈ ചട്ടികൾ നന്നായി കഴുകിയെടുക്കണം. 1 സ്പൂൺ കടലമാവ് ഇട്ടുകൊടുത്ത് ചകിരി ഉണ്ടെങ്കിൽ ചകിരിയോ അല്ലെങ്കിൽ സ്പോഞ്ച് സ്ക്രബ്ബറോ കൊണ്ട് കഴുകിയെടുക്കണം. സ്റ്റീൽ വൂളർ ഉപയോഗിക്കരുത്. ഇങ്ങനെ ഉരച്ച് കഴുകുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും ഡിഷ് വാഷോ സോപ്പ് പൊടിയോ ഒന്നും ഉപയോഗിക്കരുത്. നമ്മൾ മൺചട്ടികൾ ഉപയോഗിച്ച ശേഷം കഴുകുമ്പോഴും ശ്രദ്ധിക്കണം. ഒരു ഡിഷ് വാഷും ഉപയോഗിക്കരുത്. നമ്മൾ ഡിഷ് വാഷ് ഉപയോഗിച്ച് കഴുകുമ്പോൾ എത്ര തന്നെ നന്നായിട്ട് കഴുകിയാലും ആഹാരം പാകം ചെയ്യുമ്പോൾ അതിന്റെ അംശങ്ങളൊക്കെ ഭക്ഷണത്തിലൂടെ നമ്മുടെ ഉള്ളിൽ ചെല്ലും. അതൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. ചട്ടി കഴുകുമ്പോൾ അതിൽ കറികളൊക്കെ പറ്റിപ്പിടിച്ചിരിപ്പുണ്ടെങ്കിൽ ഇതുപോലെ 1 സ്പൂൺ കടലമാവോ അല്ലെങ്കിൽ അല്പം ഉപ്പുപൊടിയോ ഉപയോഗിച്ച് കഴുകിയെടുത്താൽ മതി. തന്നെയുമല്ല, ചട്ടി പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവുകയും ചെയ്യും. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ടിപ്പ്. ഇനി ഞാൻ ഇതിലേക്ക് നല്ല ചൂട് കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിറ്റേ ദിവസം ഈ കഞ്ഞിവെള്ളം കളഞ്ഞ് അടുത്ത ദിവസത്തെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക. ചട്ടി മുഴുവനായും തന്നെ ഒഴിച്ചു കൊടുക്കുക. പിറ്റേ ദിവസം ഈ കഞ്ഞിവെള്ളം ഊറ്റി മാറ്റിയ ശേഷം അടുത്ത ദിവസത്തെ കഞ്ഞിവെള്ളം ഒഴിച്ചു. പ്രാവശ്യം കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം ചട്ടി ഒന്ന് നന്നായി ക്ലീൻ ചെയ്തെടുക്കണം. 1 സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തേച്ച് കഴുകിയെടുക്കുക. ഇപ്പോൾ കഞ്ഞിവെള്ളത്തിന്റെ പാടൊക്കെ മാറി ചട്ടി നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നല്ല വെയിലുള്ള സമയമാണെങ്കിൽ ഒന്ന് ഉണക്കിയെടുക്കുക. ഇല്ലെങ്കിൽ ഗ്യാസിൽ വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കുക.
വെള്ളത്തിന്റെ അംശം ഫുള്ളും പോകണം. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് തേച്ച് പിടിപ്പിക്കുക. തീ കൂട്ടി വെക്കാറുണ്ട്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ മാത്രം വെക്കുക. നമ്മൾ യൂസ് ചെയ്യുന്നത് പോലെയാണ് മൺചട്ടിയുടെ ആയുസ്. ഞാൻ ഇതിൽ ആദ്യം കറി വെക്കുന്നത് തീയലാണ്. അതിനുവേണ്ടി കുറച്ച് ബ്രിഞ്ചാൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചട്ടിച്ചോറും സുലഭമാണല്ലോ. മിക്കവരും ഇപ്പോൾ മൺചട്ടി ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഓണത്തിന് മിക്കവാറും എല്ലാവരും തന്നെ പുതിയ മൺചട്ടികൾ വാങ്ങാറുണ്ട്. വെജിറ്റേറിയനും മീൻകറിക്കും ഇറച്ചിക്കറിക്കും ഒക്കെ ആയി സെപ്പറേറ്റ് തന്നെ ചട്ടികൾ എടുക്കുക. ഇങ്ങനെയൊക്കെ ചട്ടിയൊന്ന് മയക്കിയെടുത്ത ശേഷം ഓണത്തിന് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടാക്കാം. പണ്ടൊക്കെ മൺചട്ടികൾ കൂടുതലായി ഉപയോഗിച്ചിരുന്നതുകൊണ്ട് അസുഖങ്ങളും കുറവായിരുന്നല്ലോ. അലൂമിനിയം പാത്രങ്ങൾ ആരോഗ്യത്തിന് നല്ലതല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതുപോലെ ബ്ലാക്ക് കളറിലെ മൺചട്ടിയാണ് ഗ്യാസിൽ ഉപയോഗിക്കാൻ എപ്പോഴും നല്ലത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക. ചാനൽ പുതിയതായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളുടെ ചാനലിലേക്ക് ജോയിൻ ചെയ്യണേ. ഇനി ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.